മലപ്പുറത്ത് തിരൂർ മേഖലയിൽ കനത്ത മഴയാണ്. അന്നാര പൂക്കെയ്ത റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സമീപത്തെ പ്രദേശങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറി. സോണൽ കൃഷ്ണ എവിടെയുണ്ട്? സോണൽ കൃഷ്ണ, എന്താണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ തിരൂരിൽ? എന്താണ് ആളുകൾക്ക് വണ്ടിയൊന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല, നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് കേട്ടു. വലിയ വെള്ളക്കെട്ടാണോ? അരുൺകുമാർ, ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് മഴ നിൽക്കുന്നത്. അതുവരെ കനത്ത മഴയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തോടേത് റോഡേത് എന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ കാണുന്ന മതിലിനപ്പുറത്ത് തോടാണ്, അതിനിപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ നടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് റോഡാണ്, പ്രധാന പാതയാണ്, ബസ് ഉൾപ്പെടെ പോകുന്ന വഴിയാണ്. ഈ പ്രദേശത്ത് സ്കൂളിലേക്കൊന്നും കുട്ടികൾക്ക് ഇന്ന് പോകാൻ കഴിഞ്ഞില്ല. സ്കൂൾ ബസ് ഉൾപ്പെടെ വരാൻ കഴിയുന്നില്ല. ലൈൻ ബസ് ഉൾപ്പെടെ ഈ വഴിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ്. ഇതിൽ കാരണമായി പ്രധാനം ഇവർ പറയുന്നത് ഈ തോട്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാത്തത് കാരണമാണ് ഈ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. വലിയ പ്രശ്നമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ്. ഇത് വർഷത്തിൽ പല തവണയായിട്ട് നമ്മൾ ആവർത്തിച്ച് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. പരാതി പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഈ തോട്ടിൻ്റെ ആഴം കൂട്ടണം, പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ആഴം നിലനിർത്തണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു മഴയ്ക്ക് പോലും പലപ്പോഴും തുടർച്ചയായി പെയ്യുന്ന ഒരു മഴയ്ക്ക് പോലും ഇവിടെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. പല വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. വീടും കിണറും പിന്നെ സേഫ്റ്റി ടാങ്കും എല്ലാം ഒരേപോലെ നിന്ന്. എന്തായാലും നിലവിലെ സ്ഥിതി നമുക്ക് കാണാം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടം റോഡാണ്, ഇതിനപ്പുറത്തേക്ക് തോടാണ്. ആ തോട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത്. അതൊരു പക്ഷേ ഈ തോടിൻ്റെ ആഴം കൂട്ടി, ആഴം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തോടിൻ്റെ ഒലു കൂടിയും ഈ റോഡിലേക്ക് വെള്ളം കയറുന്നത് ഒരു പക്ഷേ നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അത്തരത്തിലേക്കൊന്നും അധികാരികൾ കടന്നിട്ടില്ല. 10 വർഷം മുൻപാണ് അത്തരത്തിലുള്ള പ്രവൃത്തി നടന്നത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് വരേണ്ട ആളുകളാണ് നടന്നു വരുന്നത്. സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്കൊക്കെ തന്നെ ആ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. കാരണം കനത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഈ റോഡിലേക്ക് വെള്ളം കയറും, ഗതാഗതം തടസ്സപ്പെടും എന്നുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. കുറച്ചു മുൻപ്, അല്പസമയം മുമ്പ് ഇവിടെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കുട്ടി സ്കൂൾ യൂണിഫോമൊക്കെ ധരിച്ച് ആ കുട്ടി വന്നു. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ അവിടെ നിന്നു. ബസ്സൊന്നും വരാത്തത് കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സ്ഥിതിയാണ്. വലിയ പ്രയാസമാണ് അല്ലേ? ഭയങ്കര പ്രയാസമാണ്. കാരണം വെള്ളം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിവാകാൻ എന്തെങ്കിലും മാർഗങ്ങൾ ചെയ്തേ പറ്റൂ. എന്താണ്? വലിയ പ്രയാസമാണ്. വലിയ പ്രയാസം. ഇത് ഈ തോട്, ഇത് 3 പഞ്ചായത്താണ് ഇവിടെ. അപ്പോൾ 3 പഞ്ചായത്തും ഒന്നിച്ചാലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒന്ന് വട്ടം പഞ്ചായത്ത്, മംഗലം പഞ്ചായത്ത്, തുപ്രംകോട്, തലക്കാട്, ഇത് 3 കൂടിയാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയം. അവർ 3 കൂട്ടർ സംഘടിക്കണം, എന്നാലേ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഇത് ഈ മാങ്ങാട്ടി മറ്റേ സൂര്യ ഹോസ്പിറ്റല് അവിടെ അന്നര ഭാഗത്ത് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം മാങ്ങാട്ടി ഭാഗത്ത് നിന്ന് ആ പുഴയിലേക്ക് ഒരു ഡ്രൈനേജ് ഉണ്ട്, ഈ വെള്ളം ഇത്ര തന്നെ ഇവിടെ ഉണ്ടാവില്ല. മാങ്ങാട്ടി ഭാഗത്ത് നിന്ന് ഒരു ഡ്രൈനേജ് ആ പുഴയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അങ്ങോട്ടേക്ക് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത് കുറയാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിലൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അധികാരികൾ എന്തായാലും ഇടപെട്ട് ഇതിലൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇവരുടെ. അതെ, തുടർച്ചയായി ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം ഇതാണ് അവസ്ഥ. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും ഇതിന്മേൽ കൃത്യമായ ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് തിരൂരിൽ മാത്രമല്ല, പലയിടത്തും നല്ല ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് പാലക്കാടും ഷൊർണൂരും ഒക്കെ കനത്ത മഴയാണ്. പാലക്കാട് ഷൊർണൂരിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ 20-ാം വാർഡിലാണ് ശക്തമായ മഴയെ തുടർന്ന് റോഡുകൾ മുങ്ങുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും പെയ്ത മഴയെ തുടർന്നാണ് വീടുകളിൽ വെള്ളം കയറിയത്. പ്രദേശത്തെ അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകതയാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്, അതേപോലെ ഷൊർണൂർ, തിരൂര് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് നിന്നും തിരൂരിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.